പാലാ രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അൽഫോൻസ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. അതോടൊപ്പം രൂപതയുടെ സ്ഥാപനത്തിന്റെ 75 വർഷങ്ങളെ സൂചിപ്പിക്കുവാൻ 75 അമ്മമാർ അൽഫോൻസാമ്മയുടെ വേഷമണിഞ്ഞാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് എന്നതും ശ്രദ്ധേയം. പാലാ രൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ രൂപതയിലെ 171 പള്ളികളിൽ നിന്നായി ആയിരക്കണക്കിന് മാതാക്കളാണ് അൽഫോൻസ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സന്ദേശം നൽകി. അമ്മമാരാണ് കുടുംബത്തിന്റെ നന്മയുടെ സൂക്ഷിപ്പുകാരെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ബൈബിൾ മുഴുവനിലും ഉന്നത വ്യക്തിത്വത്തിന്റെ ഉടമകളായ മാതാക്കളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് മാർ കല്ലറങ്ങാട്ട് ഉദാഹരണമാക്കി. അബ്രഹത്തിന്റെ ഭാര്യ സാറായും റബേക്കയും റാഹേലും യൂദീത്തും പുതിയ നിയമത്തിൽ കന്യകാമറിയവും എലിസബത്തും കാനാൻകാരിയും സമറയാൻ സ്ത്രീയും അങ്ങനെ വലിയ ഒരു നിര അമ്മമാരാണ് ബൈബിളിൽ ഉള്ളതെന്ന് മാർ കല്ലറങ്ങാട്ട് വ്യക്തമാക്കി. മാതാക്കൾ 3 കാര്യങ്ങളാണ് മക്കൾക്കു വേണ്ടി ചെയ്യുന്നത്. അവർക്ക് ഭക്ഷണം നൽകുന്നു, വൃത്തിയാക്കുന്നു, പരിശീലിപ്പിക്കുന്നു. അന്ത്യവിധിയുടെ സമയം ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എന്നും നൽകുന്നവരാണ് അമ്മമാർ. എനിക്ക് വിശന്നു, ദാഹിച്ചു, പരദേശിയായിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു. അമ്മമാർ എന്നും ഭക്ഷണം തരുന്നു, ദാഹം ശമിപ്പിക്കുന്നു, സ്വന്തമായി സ്വീകരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. പാലാ രൂപതയിൽ ഇത്രയധികം സമർപ്പിതരും വൈദികരും പ്രേക്ഷിതരും ഉള്ളതിന്റെ കാരണം നമ്മുടെ അമ്മമാരുടെ സുഹൃത ജീവിതമാണെന്നും ബിഷപ്പ് പറഞ്ഞു. തുടർന്ന് 10 മണിക്ക് രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നരിത്തൂക്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജപമാല റാലിയായി മാതാക്കൾ വലിയ പള്ളിയിലേക്ക് നീങ്ങി. സമാപന പ്രാർത്ഥന, ഉച്ചഭക്ഷണം എന്നിവയോടെയാണ് അൽഫോൻസ തീർത്ഥാടനത്തിന് സമാപനമായത്. പരിപാടികൾക്ക് രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നരിത്തൂക്കിൽ, രൂപത പ്രസിഡന്റ് സിജി ലൂക്സൺ, വൈസ് പ്രസിഡന്റ് ഷേർലി ചെറിയാൻ, ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ എൽസ ടോം, മറ്റ് ഭാരവാഹികളായ സുജ ജോസ്, ഡയാന രാജു, ബിന്ദു ഷാജി, ബീന ടോമി, സിസ്റ്റർ ലീന വള്ളിയാംതടം എന്നിവർ നേതൃത്വം നൽകി. ഷെഗ്ന ന്യൂസ്, കോട്ടയം.